അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് കേട്ട വാർത്ത വേദനാജനകമായ വാർത്തയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ മണ്ണിൻ്റെ അടിയിൽ അകപ്പെടുകയും മീനാക്ഷി പാലം മണ്ണ് മൂടി അതിൻ്റെ ചുറ്റുപാട് ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ അടിയിൽ പെടുകയും കുറച്ച് പേരെ രക്ഷാപ്രവർത്തകർ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 4, 5, 6 പേര് മരിച്ചതായിട്ടും വാർത്തകൾ കിട്ടി. അതുകൊണ്ട് നാമൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട സമയമാണ്. ദുരന്തങ്ങളിൽ നിന്ന്, പ്രളയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി, രക്ഷ ലഭിക്കാൻ വേണ്ടി ഖാലിഖായ റബ്ബിനോട് എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു തആല വലിയ സമാധാനവും എല്ലാ നിരക്കുള്ള ഹിഫ്ളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്തങ്ങളിൽ നിന്ന്, പ്രളയങ്ങളിൽ നിന്ന്, മണ്ണിടിച്ചൽ പോലത്ത ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെല്ലാവരെയും, നമ്മയും നമ്മുടെ നാടുകളെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നാം ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ചെറിയ മക്കൾ, പ്രായമുള്ളവർ എല്ലാവരെയും നമ്മൾ വളരെ സുരക്ഷിതമായ നിലക്ക് തന്നെ അവരെ നിർത്തുകയും, കുട്ടികൾ വെള്ളച്ചാട്ടത്തിലും അതുപോലെ തന്നെ മറ്റു ഉള്ള സ്ഥലങ്ങളിലൊക്കെ, വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ അവരിലേക്ക് എന്നും രക്ഷിതാക്കളുടെ കണ്ണ് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്നലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൻ്റെ അടുത്ത് ചെറിയൊരു കുഞ്ഞ് ഒഴുക്കിൽപ്പെട്ട് ഇന്ന് രാവിലെയാണ് ആ കുട്ടിയുടെ മയ്യത്ത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ മക്കളെയും ചെറിയവരെയും വലിയവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അർഹമുർ-റഹീമായ അല്ലാഹ് മരണപ്പെട്ടു പോയവർക്ക്, അവരെ കുടുംബത്തിന് വലിയ സമാധാനം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ എല്ലാവിധ ആഹാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെല്ലാവരും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. വയനാട്ടിലെ ദുരന്തങ്ങൾ, ആ ദുരന്തത്തിൽ പെട്ടുപോയ എല്ലാവർക്കും നീ പെട്ടെന്നുള്ള മോചനവും, അതുപോലെ തന്നെ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയ ആളുകളെ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ച് ലഭിക്കാനും അതിനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാഹ്. ദുരന്തങ്ങൾ അതുപോലെ തന്നെ മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സലാമത്താക്കണേ അല്ലാഹ്. നിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാ മക്കാനിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.